ഹലോ എവ്രിവൺ, എൻലൈറ്റൻ എൻചാന്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ റീഡിംഗ് എന്താണ് ടോപ്പിക് വരാൻ പോകുന്നത് എന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോ ബേസിക്കലി എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്? ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, either പിക്ചർ നോക്കി സെലക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യൂ. അതുപോലെ തന്നെ മണി കപ്പ് വേണ്ട പ്രേക്ഷകർക്ക് എൻ്റെ അടുത്ത് 3 മണി കപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, ബുക്ക് ചെയ്യാവുന്നതാണ്. ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ഓർഡർ ചെയ്യേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീം നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. എനർജൈസ് ടർമറിക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്ത പിക്ക്. ഓക്കെ, നൗ എന്താണ് ഡിവൈൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ബിക്കോസ് ഞാൻ ഒരു ചോയ്സ് ആഗ്രഹിച്ചപ്പോൾ ഡിവൈൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ജസ്റ്റ് 3 പിക്ക് സെലക്ട് ചെയ്യൂ എന്നതാണ് പറഞ്ഞത്. അതാണ് പ്രേക്ഷകർ കണ്ടത്, ഇൻട്രോയിൽ കണ്ടത്. ഓക്കെ, വാ, ഇറ്റ്സ് എ യെസ്. ഒരു ചോദ്യം ചോദിച്ചാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ യെസ്. ഓക്കെ, നൗ സംഹാവ് എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഏതോ ഒരു പ്രേക്ഷകർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആൻഡ് ഒരു നെഗറ്റീവ് പാറ്റേൺ, ലൈക്ക് ഞാൻ ഈ റിലേഷൻഷിപ്പ് മാറ്റണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കുമല്ല. ആൻഡ് ദ ആൻസർ ഇസ് യെസ്. ഓക്കെ, സംഭവം എനിക്ക് ആ ഒരു മെസ്സേജ് ആണ് ലഭിച്ചത്. മറ്റ് പ്രേക്ഷകർക്ക് നിങ്ങൾ എന്ത് പോസിറ്റീവായിട്ട് കാര്യം ചിന്തിച്ചോ അതൊരു യെസ് ആണ്. നാ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കണോ എന്ന് ചോദിച്ച ആൾക്കും ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് തന്നെയാണ്. ബിക്കോസ് ആ ഒരു റിലേഷൻഷിപ്പ് മൈറ്റ് ബി നിങ്ങൾക്ക് നല്ലത് സെർവ് ചെയ്യുന്നില്ല. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് സീ ദ കാർഡ് വാസ് നോട്ട് മൂവിങ്. ഓക്കെ, കാർഡ് മൂവ് ആവുന്നില്ല. സോ സംഹൗ ആ റിലേഷൻഷിപ്പ് നിങ്ങളെ സ്റ്റക്ക് ആക്കി വെക്കുകയാണ്. ഓക്കെ, ഫോർ ഹൂമെവർ ഇറ്റ് മേ ബി. ഗെറ്റ് ഗ്രൗണ്ടഡ്, എംപാത്സ്, ഹൈലി സെൻസിറ്റീവ്, കണക്ട് വിത്ത് നേച്ചർ. സോ ഇവിടെ പ്രേക്ഷകർ ഗ്രൂപ്പ് 1 പ്രേക്ഷകരോട് പറയുന്നത് ഏറ്റവും കൂടുതൽ ടൈം മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ നേച്ചറിലോ ചെലവഴിക്കും. ഓക്കെ, നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ആകേണ്ടതുണ്ട്. ബിക്കോസ് പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങളുടെ എനർജിയിലല്ല, മറ്റാൾക്കാരുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ വന്നു ചേരുന്നുണ്ടും ആൻഡ് അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ മൈറ്റ് ബി ചില പ്രേക്ഷകർക്ക് ഹാർട്ട് ആൻഡ് ത്രോട്ട് ചക്രയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ട്രസ്റ്റ് ദ നിഗർ. വാട്ട് ഈസ് ദ നിഗ്ലിംഗ് ഫീലിംഗ് ട്രൈങ് ടു ടെൽ യു? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ചില പ്രേക്ഷകർ അതിനെ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ആസ് വെൽ ആസ് സേക്രൽ ചക്രയാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത്. ഓൾറൈറ്റ്, സോ ഈ 2 ചക്രേസിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് ചെയ്യൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ലെറ്റ്സ് ടേക്ക് വൺ മോർ. ഇംറാമ, വേ ആർ യു ബീങ് കോൾ ടു ജേർണി ടു? 7 നാൾ കൊണ്ട് പ്രേക്ഷകർക്കൊരു നഡ്ജ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഞാൻ ഈ കാര്യം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. മൈറ്റ് ബി നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കില്ല, എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കൂ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വരുന്നത് നിങ്ങൾ ബീച്ച് അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്താണ്. അതും എങ്ങനെ? നിങ്ങളുടെ കാലുകൾ ആ വെള്ളത്തിൽ ഡിപ്പായിരിക്കുമ്പോഴാണ്. ഓക്കെ, സോ കുറച്ച് നേരം ഒരു പാറയുടെ മേളിലിരുന്നോ നിങ്ങളുടെ കാലുകൾ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യൂ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്?
എന്തൊക്കെ തോട്ട്സ് നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ എന്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നോ അത് നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതി വെക്കൂ. ബിക്കോസ് നിങ്ങളത് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അത് എഴുതി വെക്കൂ ആൻഡ് ആ കാര്യങ്ങളിൽ പ്രവർത്തിക്കൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ടാരോ കാർഡ്സ്. ഗ്രൂപ്പ് 1 എന്താണ് ഗ്രൂപ്പ് 1 പ്രേക്ഷകർ അറിയേണ്ടത്? 3 cards, 2 of Wands, 7 of Pentacles and King of Pentacles. എന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു, നിങ്ങളുടെ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്നു, അവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം എങ്ങനെ ഒരാളെ നിങ്ങളുടെ വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ കൊണ്ടുവരണം. ഞാൻ മാനിപ്പുലേഷൻ്റെ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നേരെയാക്കി എടുക്കുന്ന കാര്യമല്ല, അത് തികച്ചും തെറ്റാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ നല്ല എനർജിയിൽ നിങ്ങൾക്കറിയാം ഏതാൾ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് എനർജി ബാലൻസ് ചെയ്യും, either വിത്ത് മണി അല്ലെങ്കിൽ അവർക്ക് വേറൊരു സഹായം ചെയ്തു കൊടുത്ത്. ഓക്കെ, മൈറ്റ് ബി നിങ്ങളൊരു പ്രോജക്റ്റ് മാനേജറാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ഒരാൾ ചെയ്തു തരുമ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് ആ ആൾക്ക് കൊടുക്കുന്നു ആൻഡ് ആ ആൾക്ക് അതിൽ ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ഏറ്റെടുക്കുന്നു അതിന് വലുതാക്കാൻ നോക്കൂ. ഓക്കെ, വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, സംവേർ എനിക്ക് തോന്നുന്നു ഏറെ പ്രേക്ഷകർ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏറെ നാളായി, ലൈക്ക് 7 years. ഓക്കെ, 7 years നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് ചെയ്യണം. ബട്ട് ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ആൻഡ് ഡിസിഷൻ നിങ്ങളുടെ ഗൈഡ്സ് പറയുന്നത് യെസ് ആണ്. ഓക്കെ, അത് ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ ജീവിതം ഈ 2 of Wandsൽ നിന്ന് കിങ് ഓഫ് പെന്റിക്കിൾസിലേക്കാണ് മാറുന്നത്. ഓക്കെ, എന്ത് ഡിസിഷൻ ആയിക്കോട്ടെ, അത് ഏതിനെ കുറിച്ചായിക്കോട്ടെ, എന്ത് കാര്യത്തിനെ കുറിച്ചായിക്കോട്ടെ, പക്ഷേ ഈ ഒരു 2 of Wandsൽ നിന്ന് നിങ്ങളൊരു എംപററുടെ എനർജിയാണ് കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, എല്ലാ രീതിയിലും ഭദ്രത, ഏത് കാര്യത്തിനും ഇൻഡിപെൻഡൻസ്. എല്ലാവരും നിങ്ങളോടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ മറ്റാൾക്കാരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ഡിസിഷനിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് നിങ്ങൾ വന്നു ചേരുന്നത്. ഓക്കെ, ആൻഡ് വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡിവൈൻ ഹെൽപ്പ്, നിങ്ങൾക്ക് ഏറെ ഡിവൈൻ ഹെൽപ്പ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഏറെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി വേണം, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം, എനിക്കത് ആഗ്രഹമുണ്ട്, ഞാൻ ലീഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 3 of Pentacles, ഏറെ ആൾക്കാരോട് ഇടപെടുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം അതെന്തുമായിക്കോട്ടെ അത് ഏറെ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ വന്നു ചേരുന്നതാണ്. ആൻഡ് ഇതേ സഹായത്തിലൂടെ നിങ്ങളുടെ സാമ്പത്തികം ഉയരുകയും ചെയ്യുന്നതാണ്. പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നത് ആൻഡ് ദി എംപറസ്. ഓക്കെ, സോ എംപ്രസ് ആണ് വന്നത്. ഈ തുടക്കം നിങ്ങളെ ഒരു എംപ്രസ് എന്താണ്, എംപ്രസിൻ്റെ കൂടെ നിൽക്കുന്നവർ ആരായിക്കോട്ടെ അവരുടെ ജീവിതവും നന്നായി പോകും. ഓക്കെ, എല്ലാവരുടെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരാളാണ് എംപ്രസ്. ഓക്കെ, സോ എല്ലാ സോഡിയാക് സൈൻസും ഉള്ള ഒരാൾ, ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി ഏറെയുള്ള ഒരാൾ. ഓക്കെ, ഏത് കാര്യം എന്തും എപ്പോൾ വേണമെങ്കിലും ആഗ്രഹിക്കാൻ പറ്റുന്നതും ആൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ആ ആളിലേക്കാണ് നിങ്ങൾ മാറിപ്പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. യു വിൽ ബി എ കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് യു വിൽ ബി ആൻ എംപ്രസ്. ദാറ്റ് ഈസ് ഫെമിനൈൻ എനർജി ആൻഡ് മാസ്കുലിൻ എനർജി നിങ്ങളുടെ ബാലൻസിൽ വരുന്നതാണ്. ഓക്കെ, വിത്ത് ബ്യൂട്ടി ആൻഡ് എലഗൻസ്, ബ്യൂട്ടി ഫീൽഡ് ഓർ ഡ്രസ് ഫീൽഡ്, ഔട്ട്ഫിറ്റ് ഫീൽഡൊക്കെ ഉള്ള പ്രേക്ഷകർക്ക് വളരെയധികം നേട്ടങ്ങൾ വരുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്, do we have to do? I'll take angel advice. Angelic advice. So
ഗ്രൂപ്പ് 1, a year from now and reconsider. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് റീകൺസിഡർ ചെയ്യൂ. അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്, അത് ഇപ്പോൾ ചെയ്യണോ എന്നത് നിങ്ങൾ റീകൺസിഡർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ആർക്കിഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കൂ സോ ദാറ്റ് നിങ്ങളുടെ വഴികൾ തുറന്നു വരാൻ. ഓക്കെ, ആൻഡ് 691 എന്ന നമ്പർ ചാൻറ്റ് ചെയ്യൂ ടു ഓപ്പൺ ദ പാത്ത്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണോ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വഴികൾ തുറന്നു തരാൻ 691 എന്ന നമ്പർ ചാൻറ്റ് ചെയ്യൂ. ഇയർ ഫ്രം നൗ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അതിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ, ആ നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗ്രൂപ്പ് 1. ഇതാണ് ഗ്രൂപ്പ് 1 റീഡിംഗ്. ഈ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ റീഡിങ്സിൻ്റെ ഇഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2. സോ നോക്കാം എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫോർ ഗ്രൂപ്പ് 2. ലീപ്, യു ഗോ ഫസ്റ്റ്, ദ യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. ഓക്കെ, നിങ്ങൾ ആദ്യം പോകൂ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ തുടങ്ങൂ. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, the ever unfolding rose cracked open, it's happening for you not to you. See, നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ സംഭവിക്കും. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, ബിക്കോസ് അത് നിങ്ങൾക്ക് വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നാം. പക്ഷെ ഇവിടെ പറയുന്നത് ഈ കാര്യം നിങ്ങൾക്കല്ല സംഭവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് നിങ്ങളെ ഒന്നും ചെയ്യാൻ പോവില്ല. ഈ സിറ്റുവേഷൻ നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കില്ല. പക്ഷേ ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിൽ ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ. ദാറ്റ് ഈസ് ചില പ്രേക്ഷകർക്ക് ചില ആൾക്കാരുടെ സത്യം അറിയുന്നതാവാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ആണ് വിചാരിക്കുന്നവർ ചിലപ്പോൾ അവരുടെ ശരിയായ രൂപം നിങ്ങളെ കാണിക്കുന്നതാകാം. ഓക്കെ, ചില മെമ്പേഴ്സിന് അവർ ഏറെ ഹാർഡ് വർക്ക് ചെയ്ത പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ ജോബ് ആകാം, അവിടുന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മാറേണ്ടി വരാം. അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അവിടുന്ന് നിങ്ങൾക്ക് മാറി പോകേണ്ടി വരാം, വിച്ച് ക്യാൻ ബി വെരി ഹാർഡ് ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി ഹാർഡായിരിക്കും ആ സിറ്റുവേഷൻ. പക്ഷേ മനസ്സിലാക്കൂ, ഇത് നിങ്ങളെ ഒരു രീതിയിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. മൈറ്റ് ബി നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത്, ഓക്കെ, ആ സ്ഥലം നിങ്ങൾക്ക് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ എനർജീസ് നിങ്ങൾക്ക് ശരിയാകുന്നില്ല. സോ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. സോ ഹാവ് പേഷ്യൻസ്, ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഏറെ വിഷമിക്കാതിരിക്കുക. ബിക്കോസ് ഡെഫിനറ്റ്ലി എന്തോ ഒരു സംഭവം വിഷമിപ്പിക്കുന്നതാണ്, പക്ഷെ അത് നിങ്ങളെ ഹാം ചെയ്യുന്നതല്ല. ഓക്കെ, ചെറിയൊരു വിഷമം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം. ഓക്കെ, ലെറ്റ്സ് സീ. പ്ലീഡീസ്, ഡബിൾ മിഷൻ, ചാനലിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി. മോസ്റ്റ് പ്രോബബ്ലി ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലിയർ എബിലിറ്റീസ് ഏറെ വർദ്ധിക്കുന്നതാണ്. ഓക്കെ, മെഡിറ്റേഷനിൽ നിങ്ങൾ ചാനൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഡിവൈൻ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്ന അത് മറ്റ് ആൾക്കാർക്ക് സഹായമാകണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടും. ഓക്കെ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിയുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ക്ലിയർ എബിലിറ്റീസ് ആണ് ഇവിടെ ഓപ്പൺ ആകാൻ പോകുന്നത്. മൈറ്റ് ബി ചില പ്രേക്ഷകർ മീഡിയംഷിപ്പിലേക്ക് ടേൺ ആകാൻ ചാൻസസ് ഉണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ ഓൾറെഡി മീഡിയം ആകാം, അതിൻ്റെ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നേക്കാം. ബട്ട് സഡൻലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു പാതയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. Inner temple devotion, tune into the portal of your heart.
ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിച്ചത്, എന്താണ് ഇനിയും ചെയ്യേണ്ടത്. ദെൻ മെഡിറ്റേറ്റ്. ഓക്കെ, ലുക്ക് ഇൻ ടു യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹയർ സെൽഫിനോട് ചോദിക്കൂ, എന്തിനാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ഒരു പാത്ത് എടുക്കുന്നത്, അതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ പ്ലേഡീസും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി മീൻസ് നിങ്ങൾ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ സഹായം, ദാറ്റ് ഈസ് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അവിടെ പല കാര്യങ്ങൾ പലർക്കും പലതായിരിക്കും, പല രീതിയിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ അറിയണം എങ്ങനെയാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെ എങ്ങനെയാണ് നിങ്ങൾ സ്വാധീനിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ട്യൂൺ ഇൻ ആകേണ്ടതുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, സോ ലെറ്റ്സ് സീ ടാരോ. ഡെത്ത് കാർഡ്. ഐ ടോൾഡ് യു, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഈ ഒരു കാർഡ് വരുന്നതേ ട്രാൻസ്ഫോർമേഷൻ ആണ്. 3 of Swords. ഓക്കെ, പുതിയ കാര്യമൊന്നും ഞാൻ പറയാനില്ല. ടവർ പറഞ്ഞു, സഡൻ ചേഞ്ച് ആണ്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ചേഞ്ചാണ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഡിഫീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി ഹാർട്ട് ബ്രേക്ക് അല്ല, ഓക്കെ, ഒരു റിലേഷനിൽ നടക്കുന്ന കാര്യമല്ലെങ്കിലും നിങ്ങൾ വളരെ ഡിഫീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, കാരണം നിങ്ങൾ ഏറെ വർക്ക് ചെയ്ത ഒരു കാര്യമായിരിക്കാം, ഏറെ സമയം ഒരാൾക്കോ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നിങ്ങൾ ചെലവഴിച്ചതാകാം. പക്ഷെ അത് ഒരു സഡൻ ഷേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബി സ്മൂത്ത് ടു യുവർ സെൽഫ്. ഓ മൈ ഗുഡ്നെസ്, ഇത്രയും കാർഡ്സ് ആണ് ജംപ് ചെയ്തത്. സോ ഐ ഡു വോണ്ട് ടു ചെക്ക്. 4 of Pentacles ആണ് ഡെക്ക് അണ്ടർ ദ ഡെക്ക്. സോ ഈ കാർഡ് മറിഞ്ഞിരുന്നു. 4 of Swords. ഓൾറൈറ്റ്, നമുക്കിവിടെ എടുക്കാം. ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഈ 2 കാർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 of Swords, പറയുന്നത് ബി ഈസി ഓൺ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്ത് നടന്നോട്ടെ. ഓക്കെ, വാട്ട് എവർ ഹാപ്പൻ, നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളല്ല കാരണക്കാരൻ. ഓക്കെ, നിങ്ങളല്ല കാരണക്കാരൻ. ഓക്കെ, സോ ആദ്യം നിങ്ങളിൽ സെൽഫ് ലവ് വർദ്ധിപ്പിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കൂ, എല്ലാ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അത് നിങ്ങളുടെ തന്നെ കാരണം കൊണ്ടാകണം എന്നതില്ല. ഓക്കെ, മറ്റൊരാൾ കാരണമാണ് ഒരു കാര്യം സംഭവിക്കുന്നെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ല. മറ്റൊരാളുടെ ജീവിതം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഡിസിഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റാൾ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾ എന്താണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആലോചിക്കാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പ് ആളുടെ എന്തായിരിക്കും, അത് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 9 of Cups ആണ് ഈ ഒരു കാര്യം, ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളുടെ വിഷ് തന്നെ നടത്തിക്കാനാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇഫ് സപ്പോസ് നിങ്ങളൊരു സ്ഥലമാറ്റമാണ്, നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്താഗ്രഹിച്ചോ ആ ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. ഓക്കെ, സോ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ചേഞ്ചിലൂടെ പോകുന്നത്. ഓക്കെ, ആൻഡ് ആസ് അണ്ടർ ദ ഡെക്ക് 4 of Pentacles ആണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ആൻഡ് ഫിസിക്കൽ സ്റ്റെബിലിറ്റി തരുന്നതാണ്. ഓക്കെ, ആൻഡ് Queen of Cups again both the cups both are showing rewards. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിവാർഡ്, നിങ്ങളുടെ പേഷ്യൻസിനുള്ള റിവാർഡ്, ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ സ്ട്രോങ് ആകുകയാണ്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ചാനലർ ആയി തീരുന്നതാണ് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്. ചെറിയ ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, വലിയ ഇൻസിഡൻ്റ് ഒന്നുമല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, സോ ഓൾറെഡി നല്ല കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരുമായിട്ടുണ്ടാകും. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ ഭദ്രത,
കൊണ്ടുവന്ന് തരും. പ്ലസ് നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങളും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എവിടെ എല്ലാവർക്കും വരാനോ സംസാരിക്കാനോ നിങ്ങളുടെ സമയം ചെലവഴിക്കാനോ അനുവാദമുണ്ടാകുകയില്ല. ഓക്കെ, നിങ്ങൾ തന്നെ എനർജി ബ്ലോക്ക് ചെയ്യുന്നതാണ്. എന്തിനും നിങ്ങളുടെ എനർജി ഡിപ്ലീറ്റ് ആകാതിരിക്കാൻ. ബിക്കോസ് നിങ്ങളൊരു ചാനലറാണ്, നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് ആണ്, നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇത്രയും എനർജി നിങ്ങളിലുള്ളപ്പോൾ ആൾക്കാർ അട്രാക്റ്റ് ആകും നിങ്ങളുടെ എനർജി ഊറ്റാൻ. ഓക്കെ, സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എനർജി വാമ്പയേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ യുവർ അഡ്വൈസ്. ലുക്ക് ഫോർ എ സൈൻ. ഓക്കെ, സോ എന്ന് ഈ ചെറിയ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. ഒരു ഫ്രണ്ട് ചീറ്റ് ചെയ്യുന്നതാകാം, ഒരു ഫ്രണ്ട് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വളരെ നല്ലത് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ട് മറ്റാൾക്കാരുടെ അടുത്ത് വളരെ മോശമായി പറയുന്നതാകാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്, പക്ഷെ വളരെ പ്രൊഫൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സൈൻ നോക്കൂ. ഓക്കെ, ഈ സംഭവം സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് റിപ്പീറ്റഡ് നമ്പേഴ്സ് ആണോ കാണുന്നത്, അതോ നിങ്ങളൊരു പ്രത്യേകം ഡിവൈൻ, ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ദേവിയുടെ രൂപം നിങ്ങളുടെ ഡ്രീംസിൽ കാണുന്നുണ്ടോ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലോ ടി വി സ്ക്രീനിൽ എപ്പോഴും വരുന്നുണ്ടോ, ഒരു ഏഞ്ചലിൻ്റെ പ്രസൻസ് എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ ലുക്ക് ഫോർ എ സൈൻ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളുടെ എബിലിറ്റി കൂടുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഊർജം കൂടുന്നതാണ്, നിങ്ങളുടെ എബിലിറ്റി കൂടുന്നതാണ്, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസവും കൂടുന്നതാണ്. ആൻഡ് ദിസ് വൺ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. സോ ഫ്യൂ വീക്സ് ടു ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു വേറെ പേഴ്സണാലിറ്റി ആയി മാറുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ കാണുന്ന ഒരു വ്യക്തി അല്ലായിരിക്കും. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് മീൻസ് ടേക്ക് ഇറ്റ് ലൈക്ക് 3 to 4 വീക്സ്. ഈ 3 to 4 വീക്സ് തൊട്ട് ഒരു 6 to 7 മന്ത്സിനുള്ളിൽ നിങ്ങൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് പോകാൻ പോകുകയാണ്. നിങ്ങളെ കാണുന്ന അല്ലെങ്കിൽ അറിയുന്നവർക്ക് പോലും നിങ്ങളെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകില്ല. മൈറ്റ് ബി നിങ്ങളുടെ സംസാരത്തിൽ മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ രൂപത്തിൽ മനസ്സിലാകുന്നില്ല. സംതിങ് വിൽ ബി എ ടോട്ടൽ ചേഞ്ച്. ഓക്കെ, ആൻഡ് ഈ ചേഞ്ച് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഓക്കെ, ഈ ചേഞ്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ വളരെ നല്ല ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ റീഡിങ്, പ്രൊഫൗണ്ട് റീഡിങ് ഐ വുഡ് സേ. സോ ഈ റീഡിംഗ് റെസനേറ്റ് ആകുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുൻകൂറി നേരത്തെ തന്നെ പല കാര്യങ്ങൾ അറിഞ്ഞ് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3. സോ ഗ്രൂപ്പ് 3 ചൂസ് ചെയ്ത പിക്ക് എന്താണ് ഡിവൈൻ തരുന്ന ഗൈഡൻസ്? ഓക്കെ, ട്രസ്റ്റ് ദ നിഗിൾ. സോ ഗ്രൂപ്പ് 1നും കിട്ടിയ ഈ ഒരു കാർഡ്. സോ മൈറ്റ് ബി നിങ്ങൾ ഗ്രൂപ്പ് 1 കണ്ടിട്ട് ഗ്രൂപ്പ് 3 വന്നതാകാം. എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അത് ശ്രദ്ധിക്കൂ ആൻഡ് അതിൽ പ്രവർത്തിക്കൂ. ബിക്കോസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം. ഓക്കെ, ഇഫ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇത്തിരി ഡേഞ്ചർ ആണ്, ചെയ്യാതിരിക്കൂ, ദെൻ ബിലീവ് ഇറ്റ്. ഈവൻ ദോ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആകാം, 10 പ്രാവശ്യം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാകാം, പക്ഷേ നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഇന്ന് ചെയ്യാതിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ചെയ്യാതിരിക്കൂ. ഓക്കെ, ട്രസ്റ്റ് യുവർ പാത്ത്. ഇഫ് യു ന്യൂ യു വുഡ് ബി സപ്പോർട്ടഡ്, വാട്ട് വുഡ് യു ഡു? ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ ട്രസ്റ്റ് വർദ്ധിപ്പിക്കൂ. ഓക്കെ, ട്രസ്റ്റ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? സെൽഫ് ലവ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾക്ക് വിശ്വാസം എപ്പോൾ ഉണ്ടാകും? നിങ്ങൾക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ടോ, ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ എത്ര ഉയർച്ചയിൽ കാണുന്നു. ഓക്കെ, മറ്റാൾക്കാർ ഉയർച്ചയിൽ നിങ്ങളെ കാണുന്നതല്ല.
ഓക്കെ, മറ്റാൾക്കാർ പറയുകയാണ് ഓ ഇത് വളരെ നല്ലൊരു ആളാണ്. പക്ഷെ നിങ്ങൾ എന്താണ് പറയുന്നത്? ഓക്കെ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അതാണ് നിങ്ങളുടെ ട്രസ്റ്റ് വളർത്തുന്നത്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ട്രസ്റ്റിൽ വിശ്വസിക്കും. Council of Light, Divine Orchestration, Helpers in the Subtle Realm. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഡിവൈൻ എനർജീസ് കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു, ഏത് മതത്തെ വിശ്വസിക്കുന്നു, ഏത് ആർക്കേഞ്ചൽസ് ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽസിനെ വിശ്വസിക്കുന്നു, അവരെല്ലാവരും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ വരികയാണെങ്കിൽ സംസാരിക്കൂ. ഓക്കെ, നിങ്ങളുടെ ഡിവൈനുമായിട്ട് സംസാരിക്കൂ. നിങ്ങളുടെ ബ്ലോക്കേജസ് മാറ്റിത്തരാൻ അവർ സഹായിക്കുന്നതാണ്. ശിവലിംഗത്തെ പൂജിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിവഭഗവാനെ പൂജിക്കുന്നവർ, ഓക്കെ, സ്പെഷ്യൽ ഗൈഡൻസ് ആണ് ദാറ്റ് ശിവ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. സ്റ്റാർ മദർ, ഹൗ ക്യാൻ യു മദർ യുവർ സെൽഫ്? സോ സെൽഫ് ലവിനെ പറ്റിയിട്ടാണ് ഇപ്പോഴും വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ നർച്ചർ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ വളർത്താം, ഓക്കെ, നിങ്ങൾക്ക് എത്ര സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാം, ഓക്കെ, അതിലൂടെയായിരിക്കും നിങ്ങളുടെ ട്രസ്റ്റ് വളരുന്നത്. ഓൾറൈറ്റ്, The Hanged Man. ഇവിടെ ഈ ഡിവൈൻ ഓർക്കസ്ട്രേഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട്. ആൻഡ് ആ ഗൈഡൻസ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തതയോടെ ഇരിക്കണം. ചഞ്ചലമാകാതെ നോക്കൂ. ഓക്കെ, എത്ര ശാന്തതയോട് നിങ്ങൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ എത്ര ശാന്തതയോട് നിങ്ങളൊരു ജോലി ചെയ്യുന്നു, അത്രയും മെസ്സേജസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. വാവ്, ദ സൺ കാർഡ്. ചില പ്രേക്ഷകർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ശരിയായിരുന്നോ? ദെൻ യെസ്, ശരിയായിരുന്നു. ഓക്കെ, ചില പ്രേക്ഷകർ സൺഫ്ലവറുമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിളിൽ നിന്ന് സൺഫ്ലവറിൻ്റെ പിക്ക് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ സൺഫ്ലവേഴ്സ് കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ മുറ്റത്ത് വെക്കൂ, അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് വെക്കൂ. ഓക്കെ, മറ്റ് പ്രേക്ഷകർ പിക്ക് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ബിക്കോസ് ഏറെ പ്രേക്ഷകർ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടോ ആ പോസിറ്റിവിറ്റി വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഉത്തരമാണ് സൺഫ്ലവർ. ടു ഓഫ് കപ്സ്, നല്ല പാർട്ട്ണർഷിപ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പാർട്ട്ണർ ആണ് ആഗ്രഹിക്കുന്നത്. മാരേജ് ആകാം, ഫ്രണ്ട് ആകാം, നല്ല റിലേഷൻസ് ആകാം, ഓഫീസിലൊരു പാർട്ട്ണർ ആകാം, ഒരു അസിസ്റ്റൻ്റ് ആകാം, ഓക്കെ, ഒരു സബോർഡിനേറ്റ് ആകാം. യെസ്, അത് വരുന്നുണ്ട്. ദ ഫൂൾ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ദ ഫൂൾ കാർഡ് ആണ് വന്നത്. സോ നിങ്ങൾ പുതുതായി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിക്കുന്നുണ്ട് വെദർ ഇത് നിങ്ങളുടെ സാമ്പത്തികം വളർത്തുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച ഉറപ്പാക്കുമോ, അതേത് രീതിയിൽ ഉയർച്ച ആയിക്കോട്ടെ. then ഇവിടെ പറയുന്നത് യെസ്. ഓക്കെ, ചില പ്രേക്ഷകർ ഒരാളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, വെദർ ഇയാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ ദ ആൻസർ ഇസ് യെസ്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഫുൾ എനർജി പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോളൂ, എന്നാൽ ഫുൾ ആളുടെ കയ്യിൽ ആ ഫെയ്ത്ത് അങ്ങ് കൊടുത്തേക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ ഏത് സമയത്തും ബൗണ്ടറി നിങ്ങളുടെ കയ്യിലായിരിക്കണം. ഓക്കെ, നിങ്ങളായിരിക്കും തീരുമാനിക്കുന്നത് നിങ്ങൾ ഇയാൾക്ക് എത്ര വിശ്വാസം കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നില്ല. ഓക്കെ, ഓൾറൈറ്റ്. സോ ഓവറോൾ ഗ്രൂപ്പ് 3 വളരെ ഈസി ഗോയിങ് ആണ്. ഓക്കെ, സോ മൈ ബി ഏറെ പ്രാർത്ഥനകൾ, ഏറെ ചാരിറ്റി ചെയ്യുന്നവരാണ്. ജഡ്ജ്മെൻറ്റ് കാർഡ് ആണ് വന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക്
ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് ആണ് വരുന്നത്. ഡിവൈൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കാട്ടിത്തരുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിൽ എങ്ങനെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടി എന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബെറ്റർ പ്ലേസിലാണ് മറ്റുള്ളവരിൽ നിന്ന് എന്നത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ആൻസസ്ട്രൽ പ്രസൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉണ്ട്. 8 of Wands, 2 of Swords. ഓക്കെ, ചില സമയങ്ങളിൽ പ്രേക്ഷകരുടെ കാര്യങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് വരുമ്പോൾ പ്രേക്ഷകരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതെനിക്കുള്ളതാണോ, ഞാൻ ഇത്രയും പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതെൻ്റെ അടുത്ത് വരാൻ. ഓക്കെ, സോ നിങ്ങൾ അൾട്ടിമേറ്റ്ലി എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, ആൻഡ് നിങ്ങളുടെ അടുത്ത് വരുന്ന സൗഭാഗ്യം പോലും നിങ്ങൾ മാറ്റിക്കളയുകയാണ്. ഓക്കെ, സോ അത് ചെയ്യാതിരിക്കൂ. ഓൾറൈറ്റ്, അത് ചെയ്യാതിരിക്കൂ, സോ ദാറ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച നേട്ടങ്ങൾ ലഭിക്കാൻ. കിങ് ഓഫ് വാൻസ് ആണ് ആക്ഷൻ എടുക്കൂ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ചില ആൾക്കാർ പെട്ടെന്നായിരിക്കും എല്ലാ ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ ആവരുത്, നന്നായി ആലോചിക്കൂ ആൻഡ് ദെൻ ഡിസിഷൻ എടുക്കൂ. ഓക്കെ, ബിക്കോസ് സംഹൗ ഈ ഒരു കിങ്ങിൻ്റെ വളരെ പ്രത്യേക അടുപ്പമുള്ള ഒരാളാണ് നൈറ്റ് ഓഫ് സ്വോർഡ്. ഓക്കെ, ഇതിപ്പോൾ കിങ് ഓഫ് വാൻസ് ആണ്, ഇത് നൈറ്റ് ഓഫ് സ്വോർഡ് ആണ്. ബട്ട് ഇവിടെ എന്നെ കാണിച്ചത് ഈ കിങ് ഓഫ് വാൻസിൻ്റെ നല്ലൊരു ആളാണ്. സോ മൈറ്റ് ബി നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കൂ എന്നതും ഒരു സൂചനയാണ് ഇവിടെ. Anything else? Okay, I'll take these 3 cards. 8 of Pentacles. So definitely group 1-ൽ നിന്ന് വന്ന പ്രേക്ഷകരുണ്ട്. 5 of Wands ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. സോ ഇവിടെ ചില പ്രേക്ഷകർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലപോലെ സ്കിൽസ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഏറെ കോമ്പറ്റീഷൻ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. ഓക്കെ, ആൻഡ് ആ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നില്ലായിരിക്കാം. ചില പ്രേക്ഷകർ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ കോമ്പറ്റീഷൻസ് നികത്തി നല്ലൊരു പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദാറ്റ് നിങ്ങൾക്കൊരു ഉയർച്ചയിൽ വരണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ സ്വാഭാവികമാണ്. ഓക്കെ, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ലഭിക്കുന്നതാണ്, അതിനെ പേടിക്കാതിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഏഞ്ചൽ അഡ്വൈസ്. ടേക്ക് ആക്ഷൻ. സീ ആക്ഷൻ എടുക്കും. ഓക്കെ, നിങ്ങൾ എന്ത് വിചാരിച്ചു, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ തുടങ്ങും. That card wants to come. ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഏറെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടുവരാൻ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് സൊസൈറ്റിയിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ഡ്രസ് കോഡ് മാറ്റണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, എവിടെ നിങ്ങൾ നിങ്ങളിൽ സംതൃപ്തി ആയിരിക്കും, അതാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, നോ നീഡ് ടു വറി. ഡോണ്ട് വറി അറ്റ് ഓൾ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര വ്യാകുലം ആകുന്നത് അത് മാറ്റി വെക്കൂ. ബിക്കോസ് ദർ ഇസ് നത്തിങ് ടു വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഏഞ്ചൽസ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളുടെ വറി അതിനെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ബിക്കോസ് ഇവിടെ 2 റെയിൻബോ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നല്ല ഒരു ടൈം, ഓക്കെ, നല്ലൊരു ടൈം നിങ്ങളുടെ ലൈഫിൽ വരും, എവിടെ നിങ്ങൾക്ക് ഏറെ സന്തോഷം ലഭിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഗ്രൂപ്പ് 3യുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.